2026 മെയ് 3 നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കി എന്നുള്ള ഇൻഫർമേഷൻ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പേരൻസിൻ്റെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയിലേക്ക് ഈ സമയത്ത് നമ്മൾ വിഷമിക്കുക അല്ല ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത നടപടി എന്താണോ, NTA നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ മാനസികപരമായിട്ട് ഇതുമായിട്ട് പൊരുത്തപ്പെടുകയും അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് നമ്മൾ ചെയ്യുക. അതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം നമ്മൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് പൊരുത്തപ്പെടുവാൻ വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഈ സമയത്ത് ശ്രദ്ധിക്കുമല്ലോ. മെയ് 3 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉള്ള ദിനങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ മറ്റു വഴിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് NTA കഴിഞ്ഞ മെയ് 10 ഒരു സർക്കുലർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നവണ്ണം ആണ് ഇന്നത്തെ സർക്കുലറിൽ NTA സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 2026 മെയ് 10 പത്രക്കുറിപ്പിന്റെ തുടർച്ചയായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള താഴെ പറയുന്ന തീരുമാനങ്ങൾ ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെ അറിയിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എടുത്ത പ്രധാന തീരുമാനങ്ങൾ: 1. പരീക്ഷ റദ്ദാക്കി. അതിനുശേഷം പുതിയ പരീക്ഷ നടത്തും. ഇതിന്റെ തീയതി, പുതിയതായിട്ട് നടത്തപ്പെടുന്ന നീറ്റ് പരീക്ഷ എന്നാണെന്നുള്ള തീയതി പിന്നീട് ഡിക്ലെയർ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഈ പരീക്ഷയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള പരാതികളിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി സെൻട്രൽ ഗവൺമെന്റ് CBIക്ക് വിട്ടു NTA അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുമാണ് ഈ തീരുമാനം എടുത്തത്, ഈ പരീക്ഷ റദ്ദാക്കൽ തീരുമാനം എടുത്തത്. പരീക്ഷ വീണ്ടും നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്കും പേരൻസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് NTA തിരിച്ചറിയുന്നു. എന്നാൽ വിശ്വാസ്യത തകരാതിരിക്കാൻ ഇത് ഇപ്പോഴെടുത്ത ഈ ഡിസിഷൻ അനിവാര്യമാണ് എന്നുള്ള തലത്തിലാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേത് നമ്മളുടെ ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പം നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ നമ്മളെ ഫീസ്, പരീക്ഷയ്ക്കുള്ള എക്സാം രജിസ്ട്രേഷൻ ഫീസൊക്കെ ആയിട്ടുള്ളത് നമ്മൾ അടച്ചിരുന്നു. മെയ് മാസത്തിലെ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്ത വിവരങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും പുനർപരീക്ഷയ്ക്കായി നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി പുതിയ രജിസ്ട്രേഷൻ ആവശ്യമില്ല. കൂടാതെ അധിക പരീക്ഷാ ഫീസ് ഈടാക്കില്ല എന്ന് മാത്രമല്ല, നേരത്തെ അടച്ച ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകുകയും ചെയ്യും എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി ആ സർക്കിളിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പുതുക്കിയ പരീക്ഷാ തീയതികളും ആ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വിതരണവും ഔദ്യോഗിക ചാനലുകൾ വഴി പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി ആ സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്: സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കരുതെന്നും NTA ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നുള്ളതും അഭ്യർത്ഥിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ ഈ സർക്കുലറിൽ നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷന്, പ്രത്യേകമായിട്ട് പരീക്ഷയൊക്കെ നന്നായിട്ട് ഒരുങ്ങി എഴുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർ നല്ലൊരു സ്കോർ റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്രകാരം ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യുവാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ദർശന അക്കാഡമിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും പേരൻസിലേക്കും കുട്ടികളിലേക്കും എല്ലാം ദർശന അക്കാഡമി ഈ അവസരത്തിൽ കുട്ടികൾക്കായിട്ട് നൽകുന്ന സപ്പോർട്ട്, മറ്റ് ക്രമീകരണം എല്ലാം വരും സമയങ്ങളിൽ പേരൻസിനെയും കുട്ടികളെയും അറിയിക്കുന്നതാണ്. താങ്ക് യു.